ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ, അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 2-ാം തിരുവചനം. എന്നാൽ വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ ആടുകളുടെ ഇടയനാണ്. വാതിലിലൂടെ പ്രവേശിക്കണം. വാതിലിലൂടെയേ പ്രവേശിക്കാവൂ. ഒരിടത്തേക്ക് എത്തുമ്പോൾ നേരായ വഴി മാത്രം തിരഞ്ഞെടുക്കണം. വാതിലിലൂടെ മാത്രം അകത്ത് പ്രവേശിക്കണം. മറ്റു വഴികൾ തിരഞ്ഞെടുക്കുന്നവൻ, മറ്റു വഴികളിലൂടെ പ്രവേശിക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനുമെന്ന് 1-ാമത്തെ തിരുവചനം പറഞ്ഞു വെക്കുകയാണ്. വാതിലിലൂടെ അകത്ത് പ്രവേശിക്കണം. കുറുക്ക് വഴി തിരഞ്ഞെടുക്കരുത്. കുതികാലിൽ ചവിട്ടരുത്. വാതിലിലൂടെ മാത്രം അകത്ത് പ്രവേശിക്കണം. അതിന് അധ്വാനത്തിൻ്റെയും വിയർപ്പിൻ്റെയും ത്യാഗത്തിൻ്റെയും പിൻബലം വേണം. അതിന് വിശ്വാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും കരുത്ത് വേണം. അങ്ങനെ നേരായ വഴിയിലൂടെ, വാതിലിലൂടെ അകത്ത് പ്രവേശിക്കുന്നവനെ ദൈവം മാനിക്കും. അവന് ഇടയൻ്റെ സ്ഥാനം നൽകി ദൈവം ഉയർത്തും. വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ ആടുകളുടെ ഇടയനാണ്. കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.